പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വലിയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ചും സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ധ്യാനിക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഓശാന ഞായറാഴ്ച എന്നറിയപ്പെടുന്ന ദിവസം ആരംഭിച്ച് അടുത്ത ഞായറാഴ്ച യേശുവിൻ്റെ ഉത്ഥാനത്തോടുകൂടി സമാപിക്കുന്നതാണ് ഈ വലിയ ആഴ്ച. ഓശാന ഞായറാഴ്ച രണ്ട് സംഭവങ്ങളാണ് സുവിശേഷങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നത്. ഒന്ന്, യേശുവിൻ്റെ നഗരപ്രവേശനം. ജൈവിളികൾ മുഴക്കുന്ന, ഹോസാന വിളിക്കുന്ന ആയിരങ്ങളുടെ അകമ്പടിയോടെ കഴുതപ്പുറത്ത് വിനയാന്വിതനായി, വിജയശ്രീലാളിതനായി യേശു ജെറൂസലത്തേക്ക് പ്രവേശിക്കുന്നതാണ് ആദ്യത്തേത്. അന്ന് തന്നെ തുടർന്നുള്ള സംഭവം യേശു ദേവാലയത്തിൽ പ്രവേശിക്കുകയും ദേവാലയം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ്. 4 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേട്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിചിന്തനം ആരംഭിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 2, 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറൂസലമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരുന്നത്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ട് എന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുവിൻ, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ ഇത് പുനരുദ്ധരിക്കുമെന്നോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. ദൈവ വചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതും സ്വീകരിക്കാൻ തന്നെ പ്രയാസവുമുള്ള ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. ദേവാലയത്തിൽ ചാട്ടവാറുമായി കടന്നു വരികയും അവിടെ നിന്ന് ആളുകളെയും മൃഗങ്ങളെയും അടിച്ചോടിക്കുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും ഒരു അക്രമാസക്തമായ പ്രവൃത്തിയാണെന്ന് തോന്നാം. എന്താണ് ഇതിനർത്ഥം? 4 സുവിശേഷകന്മാരും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒരേ വിധത്തിലല്ല എന്ന് മാത്രം. നമ്മളിപ്പോൾ വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷത്തിലാണെങ്കിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ ആരംഭത്തിലാണ് ഇത് സംഭവിച്ചത്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയതിന് ശേഷം അടുത്ത സംഭവമായി യോഹന്നാൻ എടുത്തു കാണിക്കുന്നതാണ് ഈ ദേവാലയ ശുദ്ധീകരണം. അതേസമയം മർക്കോസ്, മത്തായി, ലൂക്ക സുവിശേഷകന്മാർ ഈ സംഭവം യേശുവിൻ്റെ അവസാനത്തെ ആഴ്ചയുമായി ബന്ധപ്പെടുത്തി ആഘോഷപൂർവകമായ നഗരപ്രവേശത്തോടനുബന്ധിച്ചാണ് മറ്റ് സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലേതാണ് ശരി? 2 തവണ ഒരേ സംഭവം ആവർത്തിച്ച് കാണാൻ സാധ്യതയില്ല എന്ന് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയതാണോ മറ്റ് സമാന്തര സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതാണോ ചരിത്രവസ്തുതയോട് കൂടുതൽ പൊരുത്തപ്പെടുന്നത് എന്നതിന് ഇന്നും തർക്കമുണ്ട്. പൊതുവേ കരുതുന്നത് സമാന്തര സുവിശേഷങ്ങൾ പറയുന്നതാണ് ചരിത്രവസ്തുതയോട് കൂടുതൽ യോജിക്കുന്നത്. ആ ഒരു ചരിത്ര സംഭവം അതിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം മനസ്സിലാകത്തക്ക രീതിയിൽ യോഹന്നാൻ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിലേക്ക് മാറ്റിവെച്ചതായിരിക്കാം എന്ന് കരുതുന്നവരുണ്ട്. എപ്പോൾ നടന്നു എന്നതിനേക്കാൾ കൂടുതൽ എന്താണ് അർത്ഥം എന്നാണ് കൂടുതൽ പ്രസക്തം. അതോടൊപ്പം യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത്, പ്രത്യേകിച്ചും ഈ ആഘോഷപൂർവകമായ നഗരപ്രവേശത്തോടനുബന്ധിച്ചാണ് സംഭവിച്ചതെങ്കിൽ ഇതിന് കൂടുതൽ ദൂരവ്യാപകമായ അർത്ഥവും ധ്വനികളും ഭീഷണികളുമുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. ആദ്യത്തേതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, കഴുതപ്പുറത്ത് ഹോസാന വിളികളുടെ മധ്യേ വലിയ ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടി ജെറൂസലത്തേക്ക് പ്രവേശിക്കുന്നത് യേശുവിനെ രാജാവായി ജനം സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി കാണാമായിരുന്നു. തീർച്ചയായും റോമൻ പടയാളികൾ ഇത് കാണുകയും അത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും. അതൊരു കലാപത്തിനുള്ള തുടക്കമായി കണക്കാക്കാനും ഉടനെ തന്നെ പടയാളികളെ അയച്ച് ഉന്മൂലനം ചെയ്യാനും ശിക്ഷിക്കാനും സാധ്യതയുമുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രകോപനപരമായ പ്രവൃത്തിയാണ് യേശു രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ചെയ്തത് എന്ന് പറയാം. ഒരു രാജ്യത്വം പരസ്യമായി പ്രഖ്യാപിക്കുക,
അതോടൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രകോപനപരമായ മറ്റൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ദേവാലയത്തിൽ ചെയ്യുന്നത്. ആദ്യത്തേത് രാഷ്ട്രീയമായിരുന്ന സ്വഭാവമെങ്കിൽ രണ്ടാമത്തേത് മതാത്മകമാണ്. എപ്പോൾ സംഭവിച്ചു എന്ന് മത്തായി, മർക്കോസും ലൂക്കായും വ്യത്യാസമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലാണെങ്കിൽ പറയും യേശു അന്ന് വന്നു, ദേവാലയമെല്ലാം കണ്ടു, തിരിച്ചുപോയി, പിറ്റേ ദിവസം വന്നാണ് ശുദ്ധീകരിക്കുക. മത്തായിലും ലൂക്കായിലും അന്ന് തന്നെ സംഭവിക്കുന്നതായിട്ട് കാണും. ആകട്ടെ, ഈ ദേവാലയ ശുദ്ധീകരണവുമായി ബന്ധപ്പെടുത്തി മറ്റൊരു സംഭവം കൂടി മത്തായിയും മർക്കോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് യേശു ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് തളിരിട്ട് ധാരാളം ഇലകളുമായി നിൽക്കുന്ന ഒരു അത്തിവൃക്ഷത്തെ കാണുകയും അതിലെന്തെങ്കിലും കാണുമെന്ന് കരുതി അടുത്ത് ചെല്ലുകയും ചെയ്തു. പക്ഷെ ചെന്നപ്പോൾ ഇലകൾ മാത്രമല്ലാതെ ഫലമൊന്നും കണ്ടില്ല. നിന്നാരും ഇനി ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് യേശു കൽപ്പിച്ചു. മർക്കോസിന് സുവിശേഷം പറയുന്ന ശിഷ്യന്മാരത് കേട്ടു. പിന്നീടാണ് ദേവാലയ ശുദ്ധീകരണം. പിറ്റേ ദിവസം ദേവാലയത്തിലേക്ക് വരുമ്പോഴേക്കും ഈ അത്തിവൃക്ഷം സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ യേശു പറയും പ്രാർത്ഥനയുടെ ആവശ്യം, വിശ്വാസത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അതേസമയം മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിൽ യേശു പറഞ്ഞ ഉടനെ തന്നെ അത്തിവൃക്ഷം ഉണങ്ങുകയാണ്. അത്തിവൃക്ഷത്തെ ശപിച്ചുണക്കുന്നതിൻ്റെ പ്രത്യേക അർത്ഥമുണ്ട്. അത്തിവൃക്ഷം ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമാണ്. പുറമേ നോക്കുമ്പോൾ ധാരാളം ഇലകൾ, ഇടതൂർന്ന് നിൽക്കുന്ന ഇലകളുണ്ട്, ഫലം ധാരാളം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കൊടുക്കുക. പക്ഷേ അടുത്ത് ചെല്ലുമ്പോൾ ഇലകൾ മാത്രമല്ലാതെ തിന്നാൻ കൊള്ളുന്ന ഒരു പഴവുമില്ല. ഇത് ജെറൂസലം ദേവാലയത്തിൻ്റെ കൂടി പ്രതീകമാകുന്നു. പുറമേ നോക്കുമ്പോൾ ധാരാളം ആഘോഷങ്ങൾ നടക്കുന്നു. തീർത്ഥാടകർ 10,000-കണക്കിന് ആളുകൾ വരുന്നു. ഞാൻ സൂചിപ്പിക്കേണ്ട 5 ലക്ഷം ആളുകൾ ഈ പെസഹ കാലത്ത് വരും. ഓരോ തവണയും 1.5 ലക്ഷം ആൾക്കാരോളം അവിടെ നിൽക്കാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ ഇങ്ങനെ 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ തീർത്ഥാടകരായി വരികയും ബലിയർപ്പിക്കുകയും ചെയ്യുന്ന വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ദേവാലയം വലിയ വിശുദ്ധിയുടെ പ്രതീകമായി പുറമേ നിന്ന് കാണാം. പക്ഷേ അടുത്തു വരുമ്പോൾ കാണുന്നത് ഈ ബാഹ്യമായ മോടിക്ക് അനുസൃതമായ ആന്തരികതയില്ല എന്നതാണ്. ഇപ്പോൾ ബാഹ്യമായ ആഡംബരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ജനത്തിൻ്റെ, അവരുടെ വിശ്വാസത്തിൻ്റെ, മതാത്മകതയുടെ പ്രതീകമായി നിൽക്കുന്നു ഇവിടെ ഫലം തരാത്ത അത്തിവൃക്ഷം. ഫലം തരാത്ത അത്തിവൃക്ഷത്തിന് നിലനിൽക്കാൻ അവകാശമില്ല എന്നാണ് സൂചിപ്പിക്കുക. അടുത്തപടി യേശു ദേവാലയത്തിലേക്ക് വരും. ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് അവിടെ ക്രയവിക്രയം ചെയ്യുന്നവരാണ്. നമുക്ക് ആദ്യമേ ദേവാലയത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ദേവാലയം, എന്താണ് ഇതിൻ്റെ അർത്ഥം, എങ്ങനെയാണ് ഇത് കടന്നു വന്നത്, രണ്ടാമത്തെ ദേവാലയത്തിൻ്റെ ഘടന എന്തായിരുന്നു, ഇനി ദേവാലയത്തിലെ യേശു ചെയ്യുന്ന പ്രവൃത്തിയുടെ അർത്ഥം എന്താണ്. ദേവാലയത്തെക്കുറിച്ച് വളരെ ചുരുക്കമായി പറയാമെങ്കിൽ തുടങ്ങുന്നത് നമുക്കറിയാം പറുദീസായിലാണ്. പറുദീസായിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു ആദ്യ മാതാപിതാക്കന്മാർ. പാപം മൂലം അവർ പുറത്താക്കപ്പെട്ടു. പിന്നീട് അവർക്ക് ദേവാലയമില്ലാണ്ടായി, ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു. വല്ലപ്പോഴും ദൈവം പ്രത്യക്ഷപ്പെടുമായിരുന്നു എന്നല്ലാതെ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി. സഹോദരനെ വധിച്ച കായൻ്റെ അടുക്കൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് അബ്രാഹത്തിൻ്റെ കാലത്താണ് കൂടുതലായിട്ട്. അബ്രാഹത്തെ വിളിക്കുന്ന ദൈവം, ഹാരാൻ വിളിച്ച് അബ്രാഹത്തെ വിളിക്കുകയും അബ്രാഹത്തിൻ്റെ കൂടെ നടക്കുകയും ചെയ്യും ദൈവം. ആ ദൈവത്തിന് വേണ്ടി അബ്രാഹം പ്രത്യേകമായൊരു സ്ഥലമൊന്നും കണ്ടില്ല. ചെല്ലുന്ന സ്ഥലത്ത് ബലിപീഠം ഉണ്ടാക്കും, ബലിയർപ്പിക്കും. അതിനുശേഷം ബലിപീഠം പൊളിച്ചു മാറ്റി യാത്ര തുടരുകയായി. കൂടെ നടക്കുന്ന ഒരു ദൈവമായിട്ടാണ് അബ്രാഹത്തിൻ്റെ കാലത്ത് ദൈവത്തെ കാണുക. സീനായ് മലയിൽ വെച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവം മോശയ്ക്ക് എരിയുന്ന മുൾപ്പടർപ്പിൽ കത്തിച്ചാമ്പലാകാതെ നിൽക്കുന്ന മുൾച്ചെടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമായി. ആ ദൈവം ഈജിപ്തിൽ അവർക്ക് അനുഭവവേദ്യനായി അവരെ വിമോചിപ്പിച്ചുകൊണ്ട് സീനായ് മലയിൽ വെച്ച് വീണ്ടും ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. കൊടുങ്കാറ്റിൽ, അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന വലിയ ശബ്ദത്തിൽ, പുകയിൽ, അഗ്നിയിലൊക്കെ. അതിനുശേഷം ദൈവം അവർക്ക് ഉടമ്പടിയുടെ പ്രമാണങ്ങൾ കൊടുത്തു. 10 പ്രമാണങ്ങൾ, 2 കൽപ്പലകൾ എഴുതി കൊടുത്തു. ആ കൽപ്പലകൾ ഒരു പ്രത്യേക വസ്തുവായി. ആ കൽപ്പലകൾ സൂക്ഷിക്കാനായിട്ട് ഉടമ്പടിയുടെ പേടകം ഉണ്ടാക്കണമെന്ന് കൽപ്പിച്ചു. ഉടമ്പടിയുടെ പേടകത്തിൽ ഇരുവശത്തുമായി കെറൂബുകൾ ചിറക് വിരിച്ച് നിൽക്കണം. അങ്ങനെ ആ കെറൂബുകളുടെ ചിറകിൻ്റെ അടിയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു സിംഹാസനം ഉണ്ടായി. അപ്പോഴേ ഈ ഉടമ്പടിയുടെ പേടകം ദൈവത്തിൻ്റെ സിംഹാസനമായി കണക്കാക്കപ്പെട്ടു. ഉടമ്പടിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക പ്രമാണങ്ങൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായി. ഇനി അങ്ങോട്ട് അവർക്ക് ഒരു സ്ഥലമുണ്ട്, ഒരു വസ്തുവുണ്ട്. ഈ പേടകം സൂക്ഷിക്കാനായി കൂടാരം, സമാഗമ കൂടാരം എന്ന് പറയും, ദൈവമനുഷ്യ സമാഗമത്തിൻ്റെ കൂടാരം. അവർ യാത്രാമധ്യേ അവർ ഈ കൂടാരം കൊണ്ട് നടക്കുമായിരുന്നു. അത് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ പല സ്ഥലത്തായി മാറി മാറി പ്രതിഷ്ഠിച്ചു. അവസാനം ദാവീദ് ജെറൂസലം പട്ടണം പിടിച്ചടക്കി തലസ്ഥാനമായി സ്ഥാപിച്ചപ്പോൾ ഈ പേടകവും കൂടാരവും ജെറൂസലമിലേക്ക് കൊണ്ടുവന്നു. ജെറൂസലമിൽ കൊണ്ടുവന്ന് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് ദാവീദ് ആഗ്രഹിച്ചെങ്കിലും ദൈവം അനുവദിച്ചില്ല. പിന്നീട് മകൻ സോളമനാണ് മനോഹരമായൊരു ദേവാലയം പണിതത്. അങ്ങനെ സോളമൻ മനോഹരമായ പണിത ദേവാലയത്തിൻ്റെ ഏറ്റവും ഉള്ളറയെ അതിവിശുദ്ധ സ്ഥലമെന്നറിയപ്പെടും. അവിടെ ഇരുട്ട് മാത്രമാണ്. ആ ഇരുട്ടറയിലാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പേടകം സൂക്ഷിച്ചിരുന്നത്, ഉടമ്പടിയുടെ പേടകം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ജെറൂസലം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്താണ് എന്ന് ഒരു ചിന്ത കടന്നു വന്നു.
അതോടൊപ്പം സംഭവിച്ചത് ദൈവിക സാന്നിധ്യം മറ്റൊരിടത്തും ഇല്ല എന്നുള്ളൊരു ചിന്തയും സാവകാശം കടന്നു വന്നു. അപ്പോൾ ദൈവത്തെ കാണാനായി എല്ലാവരും ദേവാലയത്തിലേക്ക് വരണം, തീർത്ഥാടകരായി വരണം. അവിടെ ദൈവം അവരെ അനുഗ്രഹിക്കും. ആ ദൈവത്തിന് നേർച്ച കാഴ്ചകളും ബലിയർപ്പണങ്ങളും സ്തോത്രഗീതങ്ങളും എല്ലാം ദേവാലയത്തിൽ തന്നെ ചെയ്യണമെന്നായി. അപ്പോൾ ദേവാലയത്തിന് പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കാലക്രമത്തിൽ ദേവാലയ കേന്ദ്രീകൃതമായൊരു ഭക്തി സമൂഹത്തിൽ സമാധാനത്തിനും സമൂഹത്തിൽ നീതി സ്ഥാപിക്കുന്നതിനും കാരണമല്ലാതായി തീരുകയും ഈ ഭക്തി തന്നെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തപ്പോൾ ശക്തമായ രീതിയിൽ പ്രവാചകന്മാരിലൂടെ ദൈവം പ്രതികരിക്കുകയുണ്ടായി. ഒരു ഉദാഹരണം ഞാൻ എടുക്കട്ടെ. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങളാണ്. ഇതാ, പൊള്ള വാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്, അത് വ്യർത്ഥമാണ്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ ചിഞ്ചില്ലുകയും ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ? എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ദൈവത്തിൻ്റെ ആലയം മോഷ്ടാക്കളുടെ ഗുഹയായി മാറിയിരിക്കുന്നുവെന്നാണ് യെരമ്യാ പ്രവാചകനോട് പറയുക. അതുകൊണ്ട് ഈ ആലയത്തെ നശിപ്പിക്കും. മിക്ക പ്രവാചകനോട് അതുകൂടി അതുതന്നെ പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ്റെ അവസാനത്തെ അധ്യായം 66-ാമത്തെ അധ്യായം നമ്മൾ ഇപ്രകാരം കാണും. കർത്താവ് അരുളി ചെയ്യുന്നു. യെശയ്യാ 66:1-2. കർത്താവ് അരുളി ചെയ്യുന്നു, ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. എന്തു ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? ദൈവത്തിന് ഒരു ഭവനത്തിൻ്റെ ആവശ്യമില്ല. ദൈവം കാളയുടെ രക്തം കുടിക്കുകയില്ല, മുട്ടാടിൻ്റെ മേധസ് ഭക്ഷിക്കുകയുമില്ല. ദൈവത്തിന് ബലിയർപ്പണവും ദേവാലയവുമല്ല ആവശ്യം, അവിടുത്തെ കൽപ്പനയനുസരിച്ചുള്ള ജീവിതമാണ്. ഉടമ്പടിയുടെ പേടകത്തിൻ്റെ അർത്ഥവും ഇതായിരുന്നു. പേടകത്തിൽ ഉൾക്കൊള്ളുന്ന പ്രമാണ പലകകളാണ്, അഥവാ എഴുതിയ പ്രമാണങ്ങളാണ് പ്രധാനം. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്നതിലൂടെയാണ് നമുക്ക് ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുക. പക്ഷേ ഈ അനുസരണത്തിൽ നിന്ന് അനുഷ്ഠാനത്തിലേക്ക് മാറിയപ്പോൾ വലിയ അപകടമുണ്ടായി. അതിനെതിരെ ശക്തമായ താക്കീതുകളുണ്ടായി. അവസാനം BC 587 ഈ ദേവാലയം തകർക്കപ്പെട്ടു. പ്രവാസം ആരംഭിച്ചു. പിന്നീട് പ്രവാസികൾ മടങ്ങി വന്നപ്പോൾ വീണ്ടും അവർ ദേവാലയം പണിതു. 515 ആ ദേവാലയം പൂർത്തിയായി. ആ ദേവാലയമാണ് പിന്നീട് ഹെറോദസ് വീണ്ടും പുതുക്കിപ്പണിത്, വളരെ വിപുലമായ രീതിയിൽ പുതുക്കിപ്പണിത്. അത് BC 20 പണി ആരംഭിച്ചു. യേശുവിൻ്റെ കാലത്തും ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായും തീർന്നിരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് 46 വർഷമായി ഈ ആലയം പണിയുന്നു, നീ അത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്നോ? അപ്പോഴും ജെറൂസലം ദേവാലയത്തിൻ്റെ ചരിത്രം ഇതാണ്. ദൈവത്തിൻ്റെ ആലയമായി കരുതപ്പെട്ടിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരുന്നത് വെറുമൊരു ആഡംബരവും ആഘോഷവും അനുഷ്ഠാനവും മാത്രമായി മാറിയപ്പോൾ പ്രവാചകന്മാർ ശക്തമായി എതിർത്തു. ആ ഒരു ഭാഷയാണ് യേശുവും ഇവിടെ ഉപയോഗിക്കുക. ഈ ദേവാലയത്തിൻ്റെ ഘടനയെക്കുറിച്ച് കൂടി ഓർക്കുക. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു പറയുമ്പോൾ നമ്മൾ കാണുന്നത് ദേവാലയമല്ല ജെറൂസലം ദേവാലയം. ജെറൂസലം ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന സിയോൻ മലയുടെ മുകൾ ഭാഗം ഹെറോദസാണ് വെട്ടിയൊരുക്കിയത്. 40 ഏക്കറോളം വിസ്തീർണമുള്ള വലിയ ഒരു പ്രദേശം മുഴുവനും മതിൽ കെട്ടി കൃത്യമാക്കിയെടുത്തു. പിന്നീട് ഇരുന്ന് വലിയ ചുറ്റമ്പലമാണ്. ഈ 40 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ ചുറ്റമ്പലം, അതിനുശേഷം പടിപടികളായി ഉയർന്നു നിൽക്കുന്ന പല തട്ടുകളുണ്ട്. ഏറ്റവും പുറമേയുള്ളതാണ്. അതിന് വിജാതീയരുടെ സ്ഥലമെന്നാണ് പറയുക, കോർട്ട് ഓഫ് ജെൻറ്റൈൽസ്. അവിടെ പല മണ്ഡപങ്ങളുണ്ട്, തൂണുകൾ നിർത്തിയ ഇടനാഴികളുണ്ട്. അവിടെയാണ് വിജാതീയർക്കും കടന്നു വരാവുന്നത്. അവിടെ നിന്നും 15 പടികൾ മുകളിലായിട്ടാണ് സ്ത്രീകൾക്ക് മാത്രം കടന്നു ചെല്ലാവുന്ന സ്ഥലം, കോർട്ട് ഓഫ് വിമൻ എന്ന് പറയും. അവിടുന്ന് വീണ്ടും 15 നടകൾ ഉയർന്ന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും യഹൂദ പുരുഷന്മാർ കടന്നു ചെല്ലാവുന്ന സ്ഥലം. അവിടുന്ന് ഉയരത്തിലാണ് ബലിപീഠമുള്ളത്. ആ ബലിപീഠത്തിൻ്റെയും അപ്പുറത്തായിട്ടാണ് ദേവാലയം പ്രോപ്പറായിട്ടുള്ളത്. 2 പ്രധാന ഭാഗങ്ങളാണ് ദേവാലയത്തിനുള്ളത്. ഏറ്റവും ഉള്ളിലായത് അതിവിശുദ്ധ സ്ഥലം, അതിനു മുമ്പിലുള്ളത് വിശുദ്ധ സ്ഥലം. അത് രണ്ടും ദേവാലയം പ്രോപ്പറാണ്. ബാക്കിയുള്ള ദേവാലയത്തിൻ്റെ ചുറ്റമ്പലമാണ്. അപ്പോൾ ഇവിടെ കന്നുകാലികളെയും നാണയമാറ്റക്കാരെയും ഒക്കെ കാണുന്നത് ദേവാലയത്തിൻ്റെ ഈ ചുറ്റമ്പലം എന്ന് പറയുന്ന ഭാഗത്താണ്. എന്തായിരുന്നു ഇതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് കാളകളെ ഇവിടെ കൊണ്ടുവരിക? ബലിയർപ്പിക്കുന്നത് സാധാരണഗതിയിൽ ആടിനെയായിരിക്കാം, കാളയായിരിക്കാം, അല്ലെങ്കിൽ പ്രാവിനെയായിരിക്കാം, ഓരോരുത്തരുടെയും കഴിവനുസരിച്ച്. ഈ ബലിമൃഗങ്ങൾക്ക് പ്രത്യേകതയുണ്ടായിരിക്കണം. അവ നിയമപ്രകാരം ശുദ്ധിയുള്ളവയായിരിക്കണം. കൃത്യമായ പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. ചില 1 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ്. അതിന് യാതൊരു പൊട്ടും പുള്ളിയും ഉണ്ടാകാൻ പാടില്ല. ഒറ്റ നിറമായിരിക്കണം. അതിന് മുടന്തുണ്ടാവാൻ പാടില്ല. ഇങ്ങനെ കൃത്യമായി നിയമപ്രകാരം ശുദ്ധമായ മൃഗങ്ങളെ മാത്രമേ ബലിയർപ്പിക്കൂ. അകലെ നിന്ന് വരുന്നവർക്ക് മൃഗങ്ങളെ കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് ജെറൂസലത്തിന് അടുത്ത് തന്നെ ചന്തയുണ്ടായിരുന്നു. ആ മൃഗച്ചന്തയിൽ നിന്ന് കൊണ്ടുവന്നാലും എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണമെന്നില്ല. ലേവായരാണ് പ്രത്യേകമായിട്ടും ഈ മൃഗങ്ങളെ പരിശോധിച്ച് ബലിയർപ്പണത്തിന് ഉചിതമാണോ അല്ലയോ നിശ്ചയിക്കുക. പലപ്പോഴും പുറമേ നിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങൾ അശുദ്ധമായി തിരസ്കരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശുദ്ധമായ മൃഗങ്ങളെ ദേവാലയ വളപ്പിൽ തന്നെ സംലഭ്യമാക്കുക എന്നത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല സേവനമായി കരുതിയ
പുരോഹിതർ അതിനുവേണ്ടി സംവിധാനമൊരുക്കി അവിടെ തന്നെ ദേവാലയ പരിസരത്ത് തന്നെ ശുദ്ധമായ മൃഗങ്ങളെ ലഭ്യമാക്കി. പക്ഷേ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഇവിടുന്ന് പോകുന്ന മൃഗങ്ങളെല്ലാം ശുദ്ധമായിരിക്കും, അത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ലേവായർ അത് കടത്തിവിടും. പക്ഷേ ഈ മൃഗങ്ങൾക്ക് സാധാരണയേക്കാൾ വളരെയേറെ വില കൂടുതലായിരുന്നു. പുറമേ നിന്ന് കൊണ്ടുവന്നതിനേക്കാളും 8-10 ഇരട്ടി കൂടുതൽ വിലയാണ് ഈ ദേവാലയ വളപ്പിലുള്ള മൃഗങ്ങൾക്കുണ്ടായിരുന്നത്. ഈ ലാഭം വിഹിതം അധിക പങ്കും പോയിരുന്നത് പ്രധാന പുരോഹിതൻ്റെ സ്വകാര്യ ഭണ്ഡാരത്തിലേക്കാണ്. ഇങ്ങനെ മൃഗ വിൽപ്പനയിലുണ്ടായ അനീതിയും അതോടൊപ്പം വിജാതിയർക്ക് പ്രാർത്ഥിക്കാനായിട്ടുണ്ടായിരുന്ന സ്ഥലത്തെയും കയ്യേറി കച്ചവട കേന്ദ്രമാക്കിയതിൻ്റെ പ്രശ്നവും. രണ്ടാമത്തെ നാണയമാറ്റത്തിൻ്റെയാണ്. യഹൂദർക്ക് നിയമമുണ്ടായിരുന്നു, 1/2 ഷെക്കൽ ഓരോ വർഷവും ഓരോ യഹൂദ പുരുഷനും ദേവാലയത്തിലേക്ക് നികുതിയായി കൊടുക്കണം. ഇപ്രകാരം ദേവാലയ നികുതി വിരിക്കുന്നവനാണ് ഒരിക്കൽ പത്രോസിനെ കണ്ട് ചോദിച്ചു, എന്തേ നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? ഈ നികുതി സാധാരണഗതിയിൽ ഗ്രാമങ്ങളിൽ കൊടുക്കാൻ പ്രത്യേക സമയമുണ്ട്. പക്ഷേ ആ സമയത്തിന് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് ദേവാലയത്തിൽ കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ തീർത്ഥാടകനായി പോകുന്നവർ എപ്പോഴും ദേവാലയത്തിൽ തന്നെ നികുതി കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇവിടെയുള്ളൊരു പ്രശ്നം, സാധാരണഗതിയിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന നാണയം ഏതെങ്കിലും രാജാവിൻ്റെ, അത് റോമൻ രാജാവിൻ്റെയോ ട്രയർ രാജാവിൻ്റെയോ, അവർ ഏത് രാജ്യത്തു നിന്ന് വരുന്നു ആ രാജാവിൻ്റെ തലയും അതിൻ്റെ മുദ്രയുമുള്ള നാണയങ്ങളാണ്. പക്ഷേ ഈ മനുഷ്യരുടെ പടമുള്ള നാണയം ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയായി സ്വീകരിക്കുകയില്ല, കാരണം അതൊരു വിഗ്രഹമാണ്. അപ്പോൾ ദേവാലയത്തിൽ വിഗ്രഹം കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് ഈ തലയുള്ള നാണയം മാറ്റി തലയില്ലാത്ത ദേവാലയ നാണയമായ ഷെക്കലായി മാറ്റണം. അപ്പോൾ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയും, വിദേശ നാണയ വിനിമയം നടക്കണം. അതിനുവേണ്ടിയും ദേവാലയത്തിൽ തന്നെ സൗകര്യങ്ങളൊരുക്കി ഒരു എക്സ്ചേഞ്ച് ബാങ്ക്, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടറായിട്ട് ദേവാലയത്തിൽ ആരംഭിക്കുക. ഇവിടെയും സംഭവിച്ചത് തന്നെ, സൗകര്യം കൊടുത്തു, പക്ഷേ ഇവിടെയും ഈ വിനിമയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. പുറത്തുള്ളതിനേക്കാൾ 2-3 ഇരട്ടി കൊടുത്തെങ്കിലേ ദേവാലയ പരിസരത്തുള്ള ബാങ്കിൽ നിന്ന് ദേവാലയത്തെ നാണയം കിട്ടുകയുള്ളൂ. അപ്പോൾ 2 പ്രധാന പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. ഒന്ന്, വിജാതിയർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി മാറ്റിവെച്ചിരുന്ന സ്ഥലം അത് കച്ചവടത്തിന് വേണ്ടി മാറ്റി. അതാണ് എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട കേന്ദ്രമാക്കി മാറ്റിയിരുന്നു പറയുക. അവർ വടികൂടി കടന്ന് ഇത് വെറും കച്ചവടമല്ല, പിടിച്ചുപറിയാണ്, മോഷ്ടാക്കളല്ല കവർച്ചക്കാരാണെന്ന് പറയുക, റോബേഴ്സ് ഡെൻ. അതാണ് ജെറമിയ പറഞ്ഞത്. ദേവാലയത്തെ കച്ചവടക്കാരുടെയല്ല, മോഷ്ടാക്കളുടെയല്ല, കവർച്ചക്കാരുടെ, പട്ടാപ്പകൽ പിടിച്ചുപറിക്കുന്ന, ആയുധം ഉപയോഗിച്ച് പിടിച്ചുപറിക്കുന്ന കവർച്ചക്കാരെ പോലെ പുരോഹിതന്മാർ ദേവാലയത്തിൽ പെരുമാറുന്നു. ഇതാണ് യേശുവിനെ രോഷാവുണ്ടാക്കുന്നത്. 2 കാര്യങ്ങൾ. എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് പരിഗണിക്കപ്പെടും, അതിനെ നിങ്ങൾ മോഷ്ടാക്കളുടെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. എന്താണ് യേശു ചെയ്യുക? ചാട്ടവാറുണ്ടാക്കി അടിച്ചോ ഇല്ലെന്ന് നമുക്കറിയാൻ പാടില്ല. ഏതായാലും അവിടെ ഒരു ചെറിയ അക്രമപ്രവർത്തനം നടന്നതുപോലെ തോന്നും. ബലമായി മേശകൾ തട്ടിമറിക്കുന്നു, നാണയം വാരി വിതറുന്നു, കാളകളെയും ആടുകളെയും അഴിച്ചുവിടുന്നു, ആകെ ബഹളമായി. എന്താണ് ഇതിൻ്റെ അർത്ഥം? അങ്ങയുടെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു സങ്കീർത്തനം അപ്പസ്തോലന്മാർ അനുസ്മരിക്കുന്നുണ്ട്, ശിഷ്യന്മാർ. യേശു എന്താ പറയുക? എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. ദേവാലയത്തിൽ അഹിതമായത് അവിഹിതമായത് നടക്കാൻ പാടില്ല. ഇതോടുകൂടി വലിയ ഒരു സംഘർഷം അഥവാ സംഘട്ടനം ഉണ്ടാവുകയാണ്. നേതാക്കന്മാർ ചോദിച്ചു, എന്ത് അധികാരം കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? ഇത് ഞാൻ അധികാരമുണ്ടെന്ന് നിനക്ക് എന്ത് അടയാളം തരാൻ സാധിക്കും? യോഹന്നാനാണ് പറയുക, ഈ ആലയം നിങ്ങൾ നശിപ്പിക്കൂ, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. ആലയം നിങ്ങൾ നശിപ്പിക്കൂ. ഇവിടെ ദേവാലയം എന്ന് പറയുന്ന 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആലയം ദേവാലയം എന്ന് യഹൂദർ പറയുമ്പോൾ അത് പരിസരത്തെ ഉദ്ദേശിച്ച ഹീറോൺ എന്ന് പറയും, മുടിന് ഉൾക്കൊള്ളുന്ന വിജാതീയ സ്ഥലം. മറ്റേത് നാവോസ് എന്ന് പറയും. നാവോസ് എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവുമാണ്. യേശു ഉപയോഗിക്കുന്നത് ആലയം വിശുദ്ധ സ്ഥലത്തെയാണ്, അവരുദ്ദേശിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ പരിസരത്തെയാണ്. അർത്ഥമെന്തുമാവട്ടെ, യേശു പറയും, ഈ ആലയം നിങ്ങൾ നശിപ്പിക്കൂ. ഞാൻ നശിപ്പിക്കും എന്നല്ല, നിങ്ങൾ നശിപ്പിക്കുവിൻ, ഞാനത് പുനരുദ്ധരിക്കും. പ്രഭു ചോദിച്ച്, 46 വർഷമെടുത്ത് ഈ ആലയം നീ 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്നോ? അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല എന്ന് യോഹന്നാൻ പറയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശു പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. ഇതാണ് പ്രധാനം. എന്താണ് ദേവാലയത്തിൻ്റെ അർത്ഥം? ദേവാലയത്തിൻ്റെ അർത്ഥം ദൈവം വസിക്കുന്ന ഇടമെന്നതിനേക്കാൾ കൂടുതൽ ദൈവ മനുഷ്യ സമാഗമത്തിനുള്ള സ്ഥലമാണ്. ദൈവം എല്ലായിടത്തുമുണ്ട്. ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. എന്ത് ആലയമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കുക? അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ പുതിയൊരു മാനം ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ദൈവിക സാന്നിധ്യമാണ് ദേവാലയത്തിൻ്റെ അർത്ഥം. ഇനി ആ സാന്നിധ്യം തേടി ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തേക്കോ കെട്ടിടത്തിലേക്കോ അല്ല പോകേണ്ടത്, യേശു ക്രിസ്തുവിലാണ്. യോഹന്നാൻ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ സമറിയാക്കാരിയുമായുള്ള സംഭാഷണത്തിൽ യേശു പറയും, യഥാർത്ഥ ആരാധകർ ജെറൂസലത്തോ സമറിയായിലോ അല്ല, ഗരിസിലോ അല്ല, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു.
പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി യേശു ക്രിസ്തുവിലൂടെ പിതാവിനർപ്പിക്കുന്ന ആരാധനയാണ് യഥാർത്ഥ ആരാധന. ഇപ്പോൾ യഥാർത്ഥ ആലയം യേശു തന്നെയാണ്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുക, വചനം മാംസമായി നമ്മിൽ കുടിയിരുന്നു, നമ്മിൽ കൂടാരമടിച്ചു, നമ്മിൽ വസിച്ചു. അപ്പോൾ വചനം മാംസമായി ദൈവത്തിൻ്റെ ആലയമായി വസിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. മനുഷ്യാവതാരം ചെയ്ത യേശുവാണ് ഇനി ദൈവത്തെ കണ്ടെത്താനുള്ള മാർഗം. ഒരു പടി കൂടി കടന്ന് ഈ യേശുവിനെ ഇന്നിവിടെ കാണും. സഭയിലാണ്. സഭ അവിടുത്തെ ശരീരമാണ്. സഭ യേശുവിൻ്റെ ശരീരമാണ് എന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കും നിങ്ങൾ അറിയുന്നില്ലേ? ഇപ്പോൾ ആലയത്തിൻ്റെ അർത്ഥം മാറുകയാണ്. അപ്പോൾ ആലയം യേശുവാണ്, യേശുവിൻ്റെ സഭയാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഇനി ഒരു പടി കൂടി കടന്നു പറയും, ദൈവം തന്നെയാണ് ആലയം. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ കാണും, ഞാൻ അവിടെ ആലയം കണ്ടില്ല, കാരണം ദൈവം തന്നെയാണ് ആലയം. യേശു പറഞ്ഞല്ലോ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നത് ഞാൻ പറയുമായിരുന്നു. എന്താണ് പിതാവിൻ്റെ ഭവനം? മറ്റൊന്നുമല്ല, പിതാവ് തന്നെയാണ്, പിതാവിൻ്റെ ഹൃദയം. അവിടെ വലിയ കെട്ടിട സമുച്ചയമുണ്ടെന്നല്ല അർത്ഥമാകുക. എല്ലാവർക്കും പിതാവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്, പിതാവിൻ്റെ സ്നേഹത്തിൽ. ആ സ്നേഹത്തിലേക്കുള്ള വഴിയാണ് യേശു നമുക്ക് ഒരുക്കുന്നത്. അപ്പോൾ ആലയ ശുദ്ധീകരണത്തിലൂടെ വരുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവശ്യം പാലിക്കേണ്ട ഈ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഊന്നലാണ്. നിങ്ങളീ ആലയം അശുദ്ധമാക്കി, നിങ്ങളെ ആലയം നശിപ്പിക്കും, പക്ഷേ ഞാൻ വീണ്ടും പുനരുദ്ധരിക്കും. യേശുവിൻ്റെ വിചാരണ വേളയിൽ യേശുവിനെതിരെ കൊണ്ടുവന്ന വലിയൊരു ആരോപണം ഇതായിരുന്നു, ഇവൻ ഈ ദേവാലയം നശിപ്പിക്കുമെന്നും അത് വീണ്ടും പുനരുദ്ധരിക്കുമെന്നും പറഞ്ഞു. യേശു പറഞ്ഞ് ജെറൂസലം ദേവാലയം നശിപ്പിക്കുമെന്നല്ല, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുവിൻ, എൻ്റെ ശരീരമാകുന്ന ആലയം. അതവർ നശിപ്പിച്ചു 2 ദിവസം കഴിയുമ്പോൾ. ഞാനത് വീണ്ടും പുനരുദ്ധരിക്കും. ഉദ്ധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജെറൂസലം ദേവാലയം അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോവുകയും ചെയ്തു. ഇനി ജെറൂസലമോ മറ്റേതെങ്കിലും ദേവാലയമോ അല്ല പ്രധാനം ദൈവം വസിക്കുന്ന ഇടമായ ഹൃദയമാണ്. അപ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ കാണാതെ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ആലയങ്ങളിൽ ദൈവത്തെ കാണാൻ പോയാൽ കാണാൻ സാധിക്കുമോ? ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഒരു കീർത്തനമുണ്ട്, ഹേ മനുഷ്യ, ഈ ഇരുണ്ട അന്ധകാരം നിറഞ്ഞ ഈ ആലയത്തിനുള്ളിൽ നീ എന്താണ് അന്വേഷിക്കുന്നത്? കണ്ണു തുറന്നു നോക്കൂ, നീ ആരാധിക്കുന്ന ദൈവം അവിടെയില്ല. ആ ദൈവം പുറത്ത് വഴിയിൽ കല്ല് പൊട്ടിക്കുന്നതിനോടുകൂടിയും വയലിൽ കിളയ്ക്കുന്നതിനോടും കൂടിയാണ്. അത് ടാഗോർ മനോഹരമായി പറഞ്ഞതാണ്. യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ ആലയം മനുഷ്യ ഹൃദയങ്ങളിലാണ്. അപ്പോഴും മനുഷ്യനെ കാണാതെ ദേവാലയം കാണാൻ പോയാൽ, മനുഷ്യന് വസിക്കാൻ ഇടമില്ലാത്തിടത്ത് വലിയ ദേവാലയങ്ങൾ ഉണ്ടാക്കാൻ പോയാൽ ആ ദേവാലയങ്ങളിൽ ദൈവം വസിക്കുമോ? ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളാവും ദേവാലയത്തെക്കുറിച്ചല്ലേ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുമോ? എൻ്റെ സഹോദരൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് അറിയാമെങ്കിൽ ആ ശരീരത്തെ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കാനോ പട്ടിണിയിട്ട് കൊല്ലാനോ ഞാൻ തയ്യാറാകുമോ? ബഹുമാനിക്കണം. ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ ഓർക്കണം. അത് സ്ത്രീയാവട്ടെ, പുരുഷനാവട്ടെ, വൃദ്ധനാവട്ടെ, ശിശുവാകട്ടെ, സകല മനുഷ്യരിലും ദൈവം വസിക്കുന്നുണ്ട്. ബൈബിളിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചതാണ്, എല്ലാ മനുഷ്യരുടെയും മുഖത്ത് പ്രതിഫലിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിച്ഛായ തന്നെയാണ് എന്ന്. എല്ലാവരെയും ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ച ദൈവം ഇന്ന് ദൈവത്തിൻ്റെ ആലയമായി സ്വീകരിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരുടെയും. അപ്പം ഞാൻ എൻ്റെ ശരീരത്തെ മാനിക്കണം, എൻ്റെ സഹോദരങ്ങളുടെ ശരീരത്തെ മാനിക്കണം. എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിയണം. ഓരോ മനുഷ്യ വ്യക്തിയിലുമുള്ള ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കണം. അപ്പോൾ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ അർത്ഥം ഇതാണ്, ഹൃദയം ശുദ്ധമാവണം. ഈ ഹൃദയത്തെ അശുദ്ധമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സ്വാർത്ഥത, അധികാരമോഹം, ധനമോഹം, പലതരത്തിലുള്ള ആസക്തികൾ, വിദ്വേഷം, അസൂയ, വിരോധം, ഇതെല്ലാം ഹൃദയത്തെ അശുദ്ധമാക്കുന്നതാണ്. ഈ അശുദ്ധ വസ്തുക്കൾ ഇതിനൊന്ന് മാറ്റണം. എൻ്റെ ഹൃദയം അത്യാഗ്രഹം കൊണ്ട്, ആസക്തികൾ കൊണ്ട് കലുഷിതമാവാൻ ഞാൻ അനുവദിക്കരുത്. അവിടെ യേശു ചാട്ടവാറുമായി കടന്നു വരും. ചാട്ടവാറുമായി കടന്നു വരുന്നത് ശിക്ഷിക്കാനല്ല, ശുദ്ധീകരിക്കാനാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആലയമാകുന്ന ഹൃദയത്തെ പവിത്രമായി കാത്തു സൂക്ഷിക്കുക. ആ ദൈവത്തിന് നമുക്ക് സ്ഥാനം കൊടുക്കാം. അതോടൊപ്പം ഓർക്കണം, ദൈവം തന്നെ നമ്മുടെ ആലയമായി മാറും. ഈ ശരീരമാകുന്ന ആലയത്തിൽ നമ്മൾ തിരോധാനം ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാലയം, കൈകളാൽ തീർക്കപ്പെട്ടില്ലാത്ത മറ്റൊരാലയം എനിക്ക് വേണ്ടി സജ്ജീകരണമാകുന്നു എന്ന് ഓർക്കുക. അപ്പോൾ യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും ശുദ്ധമാക്കണമേ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സഭയെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ ശരീരത്തെ അവിടുത്തെ ആലയമായി അവിടുന്ന് സ്വീകരിച്ചു, വിശുദ്ധീകരിച്ചു നിങ്ങൾ മനസ്സിലാക്കുന്നു. വിശുദ്ധ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്നതാണ് ഞങ്ങളുടെ ശരീരം. മാമോദിസായാലും സ്ഥൈര്യലേപനത്തിലും പിന്നീട് രോഗീലേപനത്തിലുമെല്ലാം ഓരോ ദിവസവും വിശുദ്ധ കുർബാന കൊണ്ട് ഞങ്ങളെ അവിടുന്ന് പരിപോഷിപ്പിക്കുന്നതാണ്.
ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്ന തിരുഹൃദയ രക്തത്താൽ കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെയും ശരീരങ്ങളെ മാനിക്കാൻ, അങ്ങയുടെ ആലയങ്ങളായി കണ്ടു പരിഗണിക്കാൻ, പവിത്രമായി പാവനമായി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭ അങ്ങയുടെ ശരീരമാണെന്നും ലോക സമൂഹം മനുഷ്യർ മുഴുവനും അങ്ങ് വസിക്കുന്ന ഇടമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയമാകുന്ന ഞങ്ങളുടെ സമൂഹമാകുന്ന ആലയങ്ങളെ പവിത്രമായി കാത്തുപാലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, കടന്നു വന്ന് ഞങ്ങളെയും ശുദ്ധീകരിക്കണമേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ അനുവദിക്കരുതേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.